എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ റാഗി പുട്ടാണ്. റാഗി പുട്ട് തയ്യാറാക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് ഒരു പ്രത്യേക ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്തിട്ടാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പുട്ട് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഈ ഒരു പുട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. ഇതുപോലെ പുട്ടുണ്ടാക്കുവാണെങ്കിൽ കറി പോലും വേണ്ടാതെ തന്നെ നമുക്ക് കഴിക്കാനും സാധിക്കും. നമ്മുടെ ഈ ഒരു പേജില് പലതരത്തിലുള്ള പുട്ട് റെസിപ്പികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഓരോ പുട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാകുന്നുമുണ്ട്. ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് റാഗിപ്പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 നല്ല പോലെ പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പഴം ഈ ഒരു രീതിയിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 2 കപ്പ് അളവില് റാഗിപ്പൊടി കൂടെ ചേർക്കണം. റാഗിപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഒരു തരി പോലും വെള്ളം ചേർത്ത് പൊടി കുഴച്ചെടുക്കരുത്. നമ്മൾ എടുത്തിട്ടുള്ള പഴത്തിന്റെ ആ ഒരു നനവ് മാത്രം മതിയാകും പൊടിയൊന്ന് നനഞ്ഞു കിട്ടാനായിട്ടും. അങ്ങനെ നമ്മുടെ പഴവും റാഗിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. 2-3 തവണകൾ കൊണ്ടാണ് നമുക്ക് ഈ പൊടി ഒന്ന് കറക്കിയെടുക്കാൻ സാധിക്കുന്നത്. പൾസ് മോഡിലിട്ട് കൊടുത്ത് വേണം നമുക്കൊന്ന് കറക്കിയെടുക്കാനായിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പുട്ടുപൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. പുട്ടുപൊടി പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് കട്ടകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ അതൊന്ന് ഉടച്ചു മാറ്റാവുന്നതാണ്. പുട്ടുപൊടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നനഞ്ഞു കിട്ടിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടി നോക്കാവുന്നതാണ്. നനവ് പോരാതെ ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നനച്ചെടുക്കാവുന്നതുമാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ള പൊടിയുടെ നനവ് കറക്റ്റ് ആയിട്ടുള്ളൊരു പാകമാണ്. നമ്മൾ എടുത്തിട്ടുള്ള 2 പഴവും അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ടാണ് വെള്ളം ഒന്നും തന്നെ ചേർക്കാതെ നമുക്ക് കുഴച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ള പാത്രം അല്പം ചെറുതായതുകൊണ്ട് വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് പൊടി മാറ്റുവാണ്. ഇതിലേക്ക് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. 10 മിനിറ്റ് നേരത്തേക്ക് പൊടി റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരമുറി നാളികേരം തിരുമിയത് കൂടെ പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇതുപോലൊരു അരമുറി നാളികേരമാണ് തിരുമി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പുട്ടുപൊടിയും നാളികേരവും കൂടി ചേർത്ത് നല്ലതുപോലെ തിരുമി ഒന്ന് കുഴച്ചെടുക്കണം. നാളികേരവും കൂടി ചേർത്ത് തിരുമി കുഴച്ചെടുക്കുമ്പോൾ പുട്ടുപൊടിയുടെ ആ ഒരു നനവ് കറക്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നതും. നാളികേരവും ചേർത്ത് പുട്ടുപൊടി നല്ലതുപോലെ തിരുമി കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുട്ടൊന്ന് വേവിച്ചെടുക്കണം. പുട്ട് വേവിച്ചെടുക്കുന്നതിനായിട്ട് പുട്ടുകണ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് പുട്ട് വാരി നിറച്ച് കൊടുക്കാം. പുട്ടുകണയിലേക്ക് ആവി നന്നായിട്ട് വന്നു കഴിയുന്നതിന് ശേഷം പുട്ടുപൊടി വാരി നിറയ്ക്കുവാണെങ്കിൽ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് പുട്ട് കുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കണയിലേക്ക് പൊടി മുഴുവനും തന്നെ നിറച്ചിട്ടുണ്ട്. ഇനി പുട്ടിന്റെ മുകൾ ഭാഗം നല്ലതുപോലെ ലെവലാക്കിയതിന് ശേഷം ആവിക്കുടത്തിലേക്ക് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പുട്ട് വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ചേച്ചി നിങ്ങൾ എന്താണ് ഇതുപോലെ ചിരട്ട വെച്ച് മൂടുന്നത് എന്ന്. പുട്ടുകണയുടെ മൂടിക്ക് ഹോൾസ് ഉള്ളത് കൊണ്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ശക്തിയായിട്ട് ആവിയടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഈ ഒരു പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ പുട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വാഴയിലയിലേക്കാണ് നമ്മൾ ഈ പുട്ടൊന്ന് കുത്തി കൊടുക്കുന്നതും. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ റാഗി പുട്ട് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള പുട്ടുകളും തയ്യാറാക്കി നോക്കുന്ന എൻ്റെ കൂട്ടുകാരും ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നമ്മുടെ കുട്ടികൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. പുട്ടുണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ല. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.